പുത്തൻപള്ളി ഭാഗത്ത് 90% മഴ. ലിയോസ് മൺസൂൺ ധമാക്ക. ശനി ഞായർ ദിവസങ്ങളിൽ സ്വർണ്ണാഭരണങ്ങൾക്ക് 90% വരെ ഡിസ്കൗണ്ട്. 5% മാത്രം നൽകി അഡ്വാൻസ് ബുക്കിംഗ് ഓഫർ. സ്മാർട്ട് പ്ലാനിലൂടെ 0% പണിക്കൂലിയിൽ സ്വർണ്ണം വാങ്ങാവുന്ന സേവിംഗ്സ് പ്ലാനുകൾ ജൂലൈ 31 വരെ. ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പള്ളിക്കുളം റോഡ്, തൃശൂർ. വടക്കാഞ്ചേരി നിയോജക മണ്ഡലത്തിലെ വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ കോടികൾ ചെലവഴിച്ച് നിർമ്മിക്കുന്ന മ്യൂസിക് ഫൗണ്ടന്റെ നിർമ്മാണം നിലച്ചതിൽ പ്രതിഷേധവുമായി ബിജെപി രംഗത്ത്. ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ രഞ്ജിത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം വാഴാനിയിൽ സന്ദർശനം നടത്തി. സോളാർ ബാറ്ററികൾ ഉൾപ്പെടെ മോഷണം പോയതിൽ കുറ്റക്കാരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. കൊട്ടിയാഘോഷിച്ച് ഉദ്ഘാടന മാമാങ്കങ്ങൾ നടത്തിയിട്ടും വാഴാനി വിനോദസഞ്ചാര കേന്ദ്രത്തിൽ ഒന്നും നടന്നിട്ടില്ലെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നതെന്ന് ബിജെപി വടക്കാഞ്ചേരി മണ്ഡലം പ്രസിഡന്റ് കെ രഞ്ജിത്ത് പറഞ്ഞു. ഓണക്കാലം അടുത്തതോടെ നിരവധി വിനോദസഞ്ചാരികളാണ് വാഴാനിയിലേക്ക് എത്തുക. അതിനായുള്ള യാതൊരുവിധ ഒരുക്കങ്ങളും നടത്തിയതായി കാണുന്നില്ല. സഞ്ചാരികൾക്കായി ഒരുക്കിയ നടപ്പാതകൾ പോലും നിർമ്മാണ സാമഗ്രികളും മറ്റുമായി മാർഗതടസ്സം സൃഷ്ടിച്ചിരിക്കുകയാണ്. മ്യൂസിക് ഫൗണ്ടന്റെ നിർമ്മാണം അടിയന്തരമായി പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കണമെന്നും അല്ലാത്തപക്ഷം ശക്തമായ പ്രതിഷേധവും ബിജെപി രംഗത്തിറങ്ങുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. നമസ്കാരം. നമ്മൾ നിൽക്കുന്നത് വാഴാനി ഡാമിലെ 5.99 കോടി ഭരണാധികാരിന് അനുമതി ലഭിച്ച് MLA ഫണ്ട് അതിൻ്റെ മ്യൂസിക്കൽ ഫൗണ്ടൻ്റെ മുന്നിലാണ് നിൽക്കുന്നത്. അപ്പോൾ വലിയ ഒരു കുട്ടിയാഘോഷിച്ച ഒരു മാമാങ്കം പോലെ ഉദ്ഘാടനം നടത്തി മുഹമ്മദ് റിയാസ് പങ്കെടുത്ത ഈ മാമാങ്കത്തിൽ ഇവിടെ ഒന്നും നടന്നിട്ടില്ല എന്ന് നമുക്ക് മനസ്സിലാവുന്നതാണ്. ഇവിടെ നടക്കുന്നത് 1 കൊല്ലത്തോളമായി ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചിട്ട് ഇതും അതുപോലെ തന്നെ കെടുക്കുകയാണ്. നമുക്കറിയാം, ഇനി വരുന്ന ഓണം പല ഫാമിലികളും വന്നു പോകാനുള്ള സ്ഥലമാണ് വാഴാനി ഡാം. അതിൻ്റെ ഈ നടപ്പാത വരെ മണ്ണുകൊണ്ട് മൂടിയിട്ട് നടക്കാൻ വരെ പറ്റാത്ത അവസ്ഥയിലേക്ക് ആക്കിയിരിക്കുകയാണ്. ഇങ്ങനെ ഉള്ള ഈ പദ്ധതികൾ പ്രഖ്യാപനം മാത്രം നടത്തിക്കൊണ്ട് അത് അവസാനിപ്പിക്കാനുള്ള ഒരു തയ്യാറെടുപ്പും കഴിഞ്ഞ ഗവൺമെൻറ് നടത്തിയിട്ടില്ല. ഇനി ഇപ്പോൾ ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഗവൺമെൻറ്റും ഇത് എത്രയും പെട്ടെന്ന് നടപ്പാക്കണം എന്നാണ് ഭാരതീയ ജനതാ പാർട്ടി ഇതിന്റെ ഭാഗമായിട്ട് പറയാനുള്ളത്. മ്യൂസിക് ഫൗണ്ടന്റെ പണി പകുതി പിന്നിട്ടപ്പോൾ അതിന്റെ കരാറുകാരൻ പണി ഉപേക്ഷിക്കുകയായിരുന്നു. ഇത് ചോദ്യം ചെയ്യാൻ ആരുമില്ലെന്നും ബിജെപി ജില്ലാ കമ്മിറ്റി മെമ്പർ എസ് രാജു പറഞ്ഞു. നിയോജക മണ്ഡലത്തിലെ വാഴാനി ടൂറിസത്തിൽ MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്ന് 5.99 കോടി 99 ലക്ഷം രൂപയാണ് മ്യൂസിക് ഫൗണ്ട് എന്ന് പറയുന്ന വലിയൊരു സംരംഭത്തിന് വാഴാനി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. പക്ഷേ അത് വേണ്ട രീതിയിൽ പണി പകുതി പിന്നിട്ടപ്പോൾ അതിൻ്റെ കരാറുകാരൻ ആ പണി ഇവിടെ ഉപേക്ഷിക്കുകയും ഇത് ചോദ്യം ചെയ്യാനോ ഇത് നോക്കാനോ ഇവിടെ ഇറിഗേഷൻ്റെയോ അതുപോലെ തന്നെ MLAയുമായി ബന്ധപ്പെട്ട ആൾക്കാരോ ആരും തന്നെയില്ല. ഈ ഫണ്ട് വടക്കാഞ്ചേരി MLAയുടെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് അനുവദിച്ചിട്ടുള്ളത്. ഒരു MLAയുടെ നിയോജക മണ്ഡലത്തിലെ വികസനത്തിന് ആസ്തി വികസന ഫണ്ടിൽ നിന്ന് അനുവദിച്ച ഫണ്ടുകൾ യഥാവിധി ഇവിടെ നടപ്പിലാക്കിയിട്ടില്ല എന്നതിൻ്റെ ഉത്തമ തെളിവാണ് വാഴാനി ഡാമിലെ മ്യൂസിക് ഫൗണ്ട്. ഈ നിയോജക മണ്ഡലത്തിൽ MLAയുടെ ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട് നിരവധി പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് പറയാനുള്ളത്. മാത്രമല്ല, ഈ വാഴാനിയിൽ ഉള്ള ലൈറ്റുകൾ സോളാർ ലൈറ്റുകളാണുള്ളത്. ഇങ്ങനെ കഴിഞ്ഞ ദിവസങ്ങളിൽ വാഴാനി ഡാമിൻ്റെ ഫ്രണ്ട് സൈഡിൽ CCTV ക്യാമറകളുണ്ട്. പക്ഷേ വാഴാനി ഡാമിലേക്ക് ഇറങ്ങി വരുന്ന അല്ലെങ്കിൽ വാഴാനി ഡാമിൻ്റെ ഗേറ്റിൻ്റെ ഭാഗത്തേക്കൊക്കെ ഇറങ്ങി വരുന്ന ആനകളെയെല്ലാം ഈ CCTVയിൽ കാണുന്നു. പക്ഷേ ആ വാഴാനി ഡാമിൻ്റെ ഗേറ്റിൻ്റെ അവിടെ സ്ഥാപിച്ചിട്ടുള്ള ആ ലൈറ്റിൽ നിന്ന് സോളാർ ബാറ്ററി അഴിച്ചു മാറ്റിയിരിക്കുന്നു. അത് ഈ CCTVയിൽ കാണുന്നില്ല. ആരാണ് വാഴാനി ഡാമിൻ്റെ CCTV കൺട്രോൾ ചെയ്യുന്നത്? ആരാണ്? ഇങ്ങനെ ഇതിലുള്ള ഉദ്യോഗസ്ഥന്മാരല്ലേ ഇത് കൺട്രോൾ ചെയ്യുന്നത്? അപ്പോൾ വേലി തന്നെ വിളവ് തിന്നുന്നു. വാഴാനിയുടെ വികസനവുമായി ബന്ധപ്പെട്ട് ഇവിടെ നടക്കുന്ന അഴിമതിയെക്കുറിച്ച് അന്വേഷിക്കണമെന്നാണ് ഭാരതീയ ജനതാ പാർട്ടിക്ക് ആവശ്യപ്പെടാനുള്ളത്. MLA ആസ്തി വികസന ഫണ്ടിൽ നിന്നും അനുവദിച്ച ഫണ്ടുകൾ യഥാവധി ഇവിടെ നടക്കുന്നില്ല എന്നതിനുള്ള ഉത്തമ തെളിവാണ് വാഴാനി ഡാമിലെ മ്യൂസിക് ഫൗണ്ടൻ. നിയോജക മണ്ഡലത്തിൽ MLAയുടെ ആസ്തി വികസനവുമായി ബന്ധപ്പെട്ട നിരവധി പദ്ധതികളാണ് മുടങ്ങിക്കിടക്കുന്നത്. ഇതിനെക്കുറിച്ച് അന്വേഷണം നടത്തണമെന്നും നേതാക്കൾ ആവശ്യപ്പെട്ടു. മാത്രമല്ല, വാഴാനിയിലെ സോളാർ ലൈറ്റുകളുടെ ബാറ്ററികൾ വ്യാപകമായി മോഷണം പോയിട്ടുണ്ട്. ഇത് ആരാണ് കടത്തിക്കൊണ്ടുപോയതെന്ന് അന്വേഷിച്ച് കണ്ടെത്തണമെന്നും ഡാമിൽ സ്ഥാപിച്ചിട്ടുള്ള CCTV ക്യാമറകളിൽ കാട്ടാനകളെ ഉൾപ്പെടെ കാണുമ്പോഴും മോഷ്ടാക്കളെ കണ്ടെത്താനാകാത്തത്
വേലി തന്നെ വിളവ് തിന്നുന്നതിന് ഉദാഹരണമാണെന്നും എസ് രാജു കുറ്റപ്പെടുത്തി. You are watching VCV News.